ഒരു മോഷ്ടാവിൻ്റെ ഡയറി എന്ന കഥയുടെ തുടർഭാഗം. ഭദ്രൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് വളരെ വേഗം വീട്ടിലേക്ക് നടന്നു. ആനന്ദ് തന്നെ കാത്തിരിപ്പുണ്ടാവും. അവൻ്റെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയും? തന്നെ കാണാതെ അവൻ ഭയക്കും. അതിനു മുമ്പ് വീട്ടിൽ ചെല്ലണം. ഭദ്രൻ ചിന്തിച്ചതെല്ലാം ശരിയായിരുന്നു. ആനന്ദ് പേടിച്ചിരിക്കുകയായിരുന്നു. അവൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അച്ഛൻ എവിടെയായിരുന്നു? ഞാൻ പേടിച്ചു പോയി. അതിനെല്ലാം കൂടി ഭദ്രൻ ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞു. നമുക്ക് നാളെ പട്ടണത്തിലേക്ക് പോകണ്ടേ? അതിനായി കുറച്ച് പണം ആവശ്യമായി വന്നു. ഞാൻ ഒരാളെ കാണാൻ പോയതായിരുന്നു. അവർ പിറ്റേന്ന് തന്നെ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു, തുടർ പഠനത്തിനായി. ആനന്ദിനെ പഠന ചിലവുകൾക്ക് മറ്റുമായി അയാൾ ഒരുപാട് മോഷണങ്ങൾ നടത്തി. അങ്ങനെ ആനന്ദ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം തൊഴിലധിഷ്ഠിത കോച്ചിങ് ക്ലാസ്സുകളിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാമായി ധാരാളം മോഷണങ്ങൾ ഭദ്രൻ നടത്തേണ്ടി വന്നു. പൈസ കയ്യിലില്ലാത്ത സമയങ്ങളിൽ രക്തം വിൽക്കുവാനും ഭദ്രന് മടിയുണ്ടായിരുന്നില്ല. അങ്ങനെ ആനന്ദ് ഡിഗ്രി പാസ്സായി. നല്ല മാർക്കുണ്ടായിരുന്നു. എന്തെങ്കിലും തൊഴിൽ വേണം എന്ന ചിന്ത ആനന്ദിൻ്റെ മനസ്സിൽ കയറിക്കൂടി. അതിനായി ഒത്തിരി ടെസ്റ്റുകൾ എഴുതി. അതിലൊന്ന് സബ് ഇൻസ്പെക്ടർ ടെസ്റ്റായിരുന്നു. അതിൽ ഭാഗ്യമെന്ന് പറയട്ടെ, ഭദ്രൻ്റെ നിർഭാഗ്യമാണോ എന്നും അറിയില്ല, ആനന്ദ് കയറിക്കൂടി. റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു. ആ സന്തോഷവാർത്ത അറിയിച്ചപ്പോൾ ഭദ്രൻ സന്തോഷം പ്രകടിപ്പിച്ചു. പക്ഷേ അയാളുടെ മനസ്സിൽ ഒരു ചെറിയ നീറ്റൽ അനുഭവപ്പെട്ടു. അത് അയാൾ പ്രകടിപ്പിച്ചില്ല. കാരണം തൻ്റെ പ്രയത്നം വിഫലമായില്ലല്ലോ. അവനെങ്കിലും രക്ഷപ്പെടട്ടെ. ആനന്ദിനെ സന്തോഷപൂർവ്വം തന്നെ ട്രെയിനിങ്ങിനായി പറഞ്ഞയച്ചു ഭദ്രൻ. പോകാൻ നേരം ഭദ്രൻ്റെ ഹൃദയം പതിവില്ലാതെ പൊട്ടിപ്പോകുമെന്ന് തോന്നി. കാരണം ഇവൻ തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല. ആനന്ദും ഞാനും തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയാണ് ഇത്. അടുത്ത ഭാഗവുമായി